നിങ്ങളൊരു കാര്യം ചെയ്യാതെ പിന്നെ ചെയ്യാമെന്ന് കരുതി നീട്ടിവെക്കുന്നത് നിങ്ങളുടെ മടി കൊണ്ടാണ്, മിക്കവാറുമല്ല. അത് നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അതൊരു ഇമോഷണൽ റെഗുലേഷൻ്റെ ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എക്സസൈസസ് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പം അതിനുവേണ്ടി നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യണം നല്ല വീഡിയോസ്. ഈ വീഡിയോസ് തിരഞ്ഞ് കുറേ മാസങ്ങളാവും, പക്ഷെ നമ്മളൊരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യില്ല. അതുപോലെ പല അനുഭവങ്ങളും ഉണ്ടാവാം. അപ്പം ജോലി ചെയ്യാൻ വിചാരിച്ച് ആ ജോലി എങ്ങനെ ചെയ്യും എന്നുള്ളൊരു പേടി, അത് ചെയ്താൽ വിജയിക്കുക എന്നുള്ളൊരു തോന്നല്, പിന്നെ അത് പെർഫെക്റ്റ് ആവുമോ എന്നുള്ളൊരു പേടി, ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ ഒരു ത്രെട്ട് ആയിട്ടാണ് കാണുന്നത്. ഈ ത്രെട്ടിൽ നിന്നും നമ്മളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ബ്രെയിന് തന്നെ അതിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത് മാറ്റാനായിട്ട് നമുക്കൊരു ചെറിയൊരു ടാസ്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആ ഒരു വലിയ ജോലിയെ നമുക്ക് ചെറിയ ഇതാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോന്നും നമ്മൾ 3 മിനിറ്റ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് നമ്മൾ മനസ്സിൽ ബോധ്യപ്പെടുത്തുക. ഒരു തവണ നമ്മൾ ചെയ്ത് തുടങ്ങിയാൽ നമ്മൾക്ക് ഒരു ഹാപ്പിനെസ് വരും, ഇത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വരും. ഒരിക്കൽ നിങ്ങൾ ആ ജോലി ചെയ്ത് തുടങ്ങിയാൽ നിങ്ങളുടെ പേടി മാറി നമ്മുടെ ബ്രെയിനും ഡോപ്പമൈൻ റിലീസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വർക്ക് സമാധാനത്തോടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മൊബൈൽ ഉപയോഗിച്ച് ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ ഒരു അരമണിക്കൂർ സമയത്തേക്ക് നമ്മൾ സോഷ്യൽ മീഡിയയെന്നും ഫോണെന്നും ഒക്കെ ഒഴിവാക്കി ഫോക്കസ് സെറ്റാക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ നമ്മുടെ പ്രോക്രാസ്റ്റിനേഷൻ എന്നൊരു ശീലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും.